സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്ലാസ് 5-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ഫിഷ് ടെയിലാണ്. അതിൻ്റെ പാർട്ട് 2 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് എ ക്യാച്ച് തൊട്ടാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. നേരത്തെ ഉള്ള പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ എല്ലാവരും പാർട്ട് 1 കാണണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ പാർട്ട്. വാട്ട് എ ക്യാച്ച്. Out on the sea, fishermen look for a place where they hope to find a good catch of fish. There, they spread their nets. They will have to wait for many hours for the fish to come into their nets. അപ്പോൾ ഫിഷർമാനെ എവിടെയാണ് ഏറ്റവും കൂടുതൽ മീനുകൾ ഉണ്ടാവുന്നത് ആ സ്ഥലത്ത് പോയിട്ട് വേണ്ടത്രേ അവർക്ക് ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഒരുപാട് മണിക്കൂറോളം കാത്തുനിന്നിട്ട് മാത്രമേ അവർക്ക് അവരുടെ അതായിട്ടുള്ള മീനുകൾ പിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ലുക്ക് അറ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ട്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ബോട്ട്സ് കാണാം. ഇവിടെ കണ്ടോ, താഴെ കണ്ടോ, ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഓർ ബോട്ട്സ് കണ്ടോ. അതുപോലെ തന്നെ വാട്ട് എ ലോങ് സ്പോട്ട് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അടുത്തൊരു ഒരു ബോട്ട് കണ്ടോ. അതുപോലത്തെ പല ബോട്ട്സും ഉണ്ട് ഫിഷർമാൻസ് യൂസ് ചെയ്യുന്നത്. സം ബോട്ട്സ് ഹാവ് മോട്ടോഴ്സ് ആൻഡ് ഗോ ഫർദർ ഇൻ ടു ദ സീ. സിൻസ് ദേ ഗോ ഫാർ ഔട്ട് ദേ ക്യാൻ ക്യാച്ച് മോർ ഫിഷ്. അപ്പോൾ ഈ മോട്ടോറുള്ള ഫിഷസ് സാധാ പെഡൽ ബോട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ മോട്ടോറുള്ള നോൺ മോട്ടോറുള്ളതുണ്ട്, മോട്ടോറുള്ളതുണ്ട്. അപ്പോൾ മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള ബോട്ട്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും, എന്നിട്ട് ദേ ക്യാൻ ക്യാച്ച് മോർ ഫിഷ്. ഓക്കെ, ദീസ് ബോട്ട്സ് ട്രാവൽ ഫാസ്റ്റർ അറ്റ് ദ സ്പീഡ് ഓഫ് അബൌട്ട് 20 കിലോമീറ്റേഴ്സ് ഇൻ 1 hour. അപ്പോൾ ഇവരുടെ സ്പീഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ 20 കിലോമീറ്റേഴ്സ് അവർ ഒരു മണിക്കൂറിനുള്ളിൽ പോകും. ഏത് ബോട്ട്സ്? മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള ബോട്ട്സാണ് അങ്ങനെ പോകുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഫാർ വുഡ് ദ ബോട്ട്സ് ഗോ ഇൻ 3.5 hours? 3.5 മണിക്കൂറിൽ അവർ എത്രത്തോളം ദൂരം സഞ്ചരിക്കും? അതുപോലെ തന്നെ ഹൗ മച്ച് ടൈം വിൽ ദേ ഹാവ് ടു ഗോ ഇൻ will they take to go about 85 kilometers? 85 കിലോമീറ്ററോളം അവർക്ക് സഞ്ചരിക്കാൻ എത്രത്തോളം ടൈം വേണമെന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, നമുക്കിത് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണെന്ന് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 20 കിലോമീറ്റേഴ്സ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ബോട്ട് ട്രാവൽ ചെയ്യും, മോട്ടോർ ബോട്ട്സ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മോട്ടോർ ബോട്ട് ഇൻ 3.5 hours, അതായത് 3.5 മണിക്കൂറിൽ എത്ര ചെയ്തിട്ടുണ്ടാകും? ഈ ഒരു മണിക്കൂറിൽ 20 ആണെങ്കിൽ 3.5 മണിക്കൂറിൽ ശരിക്കും 3.5 ഇൻറ്റു 20 ആയിരിക്കും. 3.5 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 കിലോമീറ്റേഴ്സ് ആയിരിക്കും അവർ ട്രാവൽ ചെയ്യുന്നത്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 85 കിലോമീറ്റർ? 85 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി അവർ എത്ര ടൈം എടുക്കും? അതായത് നമുക്കറിയാം ഒരു മണിക്കൂറിൽ അവർക്ക് 20 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ 80 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ അവർ എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും? അപ്പോൾ ഒരു മണിക്കൂറിൽ 20, 2 മണിക്കൂറിൽ 40, 3 മണിക്കൂറിൽ 60. ഇപ്പോൾ 4 മണിക്കൂറിൽ അവർ ട്രാവൽ ചെയ്യാൻ പോകുന്നത് 80 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മോട്ടോർ ബോട്ട് ഇൻ 1/4 hours, അതായത് 15 മിനിറ്റിൽ അവർ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് വെച്ചാൽ ഈ 14 ഇൻറ്റു 20, അതായത് 85 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ആ മണിക്കൂറിനകത്ത് ഒരു മണിക്കൂറിൽ 20 ആണെങ്കിൽ 15 മിനിറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 hours. എത്രത്തോളം സഞ്ചരിക്കും? യെസ്, they can travel about 5 kilometers in 1/4 hours, that is equal to 15 minutes. അപ്പോൾ total time taken, that is 4 hours and 15 minutes in order to travel about 85 kilometers. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ എന്ന് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Okay, moving on to the next part. But the fishermen are now very worried. ഇപ്പോൾ ഫിഷർമാനൊക്കെ ഭയങ്കര worried ആണ്. എന്താ വെച്ചാൽ there are some very big machine boats that are called trawlers in the business. They go far out and put their big nets deep in the sea. This way they collect a whole lot of fish, leaving very few near the seashore. They also stay out on the sea for many days. അപ്പോൾ ഫിഷർമാൻസിൻ്റെ ഏറ്റവും വറി ആവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ കുട്ടികളെ? എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ബിഗ് മെഷീൻ ബോട്ട്സ് ഉണ്ട്, അതായത് അതിൻ്റെ പേരാണ് ട്രോളേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് ബിഗ് മെഷീൻ ബോട്ട്സ് ഉണ്ട്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള ബോട്ട്സാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ദൂരെ പോയിട്ട് അവർ വലിയ 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 നെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കുന്നത്. ചില സമയത്ത് അവർ ഈ സീഷോറിൽ തന്നെ, അതായത് സീഷോറിൽ കുറച്ച് മീനുകൾ മാത്രമേ ബാക്കി വെക്കുള്ളൂ. കൂടാതെ അവർ കുറേ കാലം ഇങ്ങനെ ഈ കടലിൽ നടുവിൽ ഇങ്ങനെ സ്റ്റേ ചെയ്യും. അപ്പോൾ ഒരുപാട് മീനുകളുടെ കുറവുണ്ടാവില്ല. അപ്പോൾ പാവപ്പെട്ട ഫിഷർമാൻസിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. These big machine boats also catch the small baby fish which have yet to grow up. The fishermen in the smaller boats always let the baby fish pass through their nets to go back into the sea. They choose
എ നെറ്റ് സൈസ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ഓൺലി ദ ഗ്രോൺ അപ്പ് ഫിഷ് ആർ കോട്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമാണ് പറയുന്നത് എന്താ വെച്ചാൽ ഈ വലിയ വലിയ ബോട്ടുള്ള മെഷീൻ ബോട്ട്സുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് തോന്നിയ രീതിയിൽ വലിയ നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ മീനുകളും അതുപോലെ തന്നെ ചെറിയ മീനുകളൊക്കെ പിടിക്കും. പക്ഷേ ഈ ചെറിയ ഫിഷർമാൻസ് ഉണ്ടല്ലോ അവരെന്താ വെച്ചാൽ ഈ വലിയ മീനുകളെ മാത്രം പിടിക്കാൻ പറ്റുന്ന നെറ്റ് യൂസ് ചെയ്യുക. കാരണം ചെറിയ മീനുകൾ എന്ന് പറയുമ്പോൾ അവർ പുതിയതായിട്ട് എഗ്ഗ് ലേ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ആ ഫിഷേഴ്സിനൊക്കെ വിടുന്ന രീതിയിലുള്ള നെറ്റുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ എന്ത് ക്രൂവൽറ്റിയാണ് ഈ വലിയ വലിയ മെഷീൻ ബോട്ട്സുള്ള ആൾക്കാർ ചെയ്യുന്നത് ഈ പാവം ഫിഷർമാൻസിനോടെന്ന്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിനകത്ത് മോട്ടോർ ബോട്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. മോട്ടോർ ബോട്ടുണ്ട്, അതുപോലെ തന്നെ ലോങ് ടെയിൽ ബോട്ടുണ്ട്, ബിഗ് മെഷീൻ ബോട്ടായിട്ടുള്ള ട്രോളേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ബോട്ട്സ് ഉണ്ടെന്ന് ഫോട്ടോസാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. For hundreds of years, the fishermen have cared for sea and fishes and fished only a little to eat and sell. They say that if trawlers catch thousands of kilograms of fish every day, they will have no fish left in the sea. അപ്പോൾ 100 വർഷക്കാലോളം എന്താ ഫിഷർമാൻ ഒരു മീനും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മീൻ മാത്രം പിടിച്ചിട്ട് ആ കുറച്ച് മീൻ വിറ്റിട്ടായിരുന്നു ജീവിക്കുന്നത്. പക്ഷേ എപ്പോഴാണ് അവർ അപ്പോൾ അവർ പറയുകയാണെങ്കിൽ വലിയ വലിയ ഈ ട്രോളേഴ്സൊക്കെ ഉണ്ടല്ലോ അവർ ഒരുപാട് കിലോഗ്രാംസ് ഓഫ് ഫിഷൊക്കെയാണ് ഓരോ ദിവസം പിടിക്കുന്നത്. അപ്പോൾ അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സീനകത്ത് മീനുണ്ടാവില്ലല്ലോ, ഇല്ല. റൈറ്റ് എ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഫേസ്ഡ് ബൈ ദി ഫിഷേഴ്സ് ഇൻ അവർ റിവേഴ്സ് ആൻഡ് സീസ്. അപ്പോൾ നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആണ്, റിപ്പോർട്ട് എഴുതണം, ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫിഷസും റിവറിനകത്തും സീനകത്തും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് വിച്ച് ബോട്ട് ഗെറ്റ്സ് ഹൗ മച്ച്. ഏത് ബോട്ടിനാണ് കൂടുതൽ മീൻ കിട്ടുക എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തുകയാണ്. ഇൻ വൺ ട്രിപ്പ് ദ ലോഗ് ബോട്ട് ബ്രിങ്സ് അബൌട്ട് 20 kg ഓഫ് ഫിഷ്. ലോഗ് ബോട്ടാണെങ്കിൽ 20 കിലോഗ്രാം മീനുകളാണ് ഒരു ഒറ്റ ട്രിപ്പിൽ കിട്ടുന്നത്. ബട്ട് അതർ ടൈപ്സ് ഓഫ് ബോട്ട്സ് ബ്രിങ് എ ബിഗ്ഗർ ക്യാച്ച് ആസ് ഗിവൺ ബിലോ. ദ ടേബിൾ ഓൾസോ ഷോസ് എ സ്പീഡ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ബോട്ട് വിച്ച് ഈസ് ഹൗ ഫാർ ഈച്ച് ബോട്ട് ഗോസ് ഇൻ 1 hour. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് കാൽക്കുലേറ്റ്. അപ്പോൾ ഈ ടേബിളിനകത്ത് ഒരു മണിക്കൂറിനകത്ത് എത്ര കിലോ സ്പീഡാണ് പോകുന്നത്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ഓഫ് ഫിഷാണ് ക്യാച്ച് ചെയ്യുന്നതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ട് ക്യാച്ച് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യൻ എ എന്തെന്ന് വെച്ചാൽ about how much fish in all will each type of boat bring in 7 trips. അപ്പോൾ നമ്മുടെ സ്പീഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കിലോഗ്രാമിൽ എത്ര കിലോഗ്രാമാണ് 1 ട്രിപ്പിനകത്ത് ക്യാച്ച് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 7 ട്രിപ്പിൽ എത്രത്തോളം കിട്ടുന്നതാണ്. അപ്പോൾ അതിന് സൊല്യൂഷൻ പറയുകയാണ് ഞാൻ. അപ്പോൾ ലോഗ് ബോട്ട് ഏകദേശം 20 kilograms ഓഫ് ഫിഷ് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ലാസ്റ്റ് പേജിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ 7 ട്രിപ്സിനകത്ത് അവർ എത്ര ക്യാച്ച് ചെയ്തിട്ടുണ്ടാകും കുട്ടികളെ? ഇറ്റ്സ് 7 × 20, അതായത് 140 kilogram ആയിരിക്കും. അപ്പോൾ ലോങ് ടെയിൽ ബോട്ട് 600 ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പിനകത്ത്, അപ്പോൾ എത്രത്തോളം 7 ട്രിപ്പിനകത്ത് അവർ ക്യാച്ച് ചെയ്യും? അതെ, 7 × 600 = 4200 kilogram ആണ് അവർ ക്യാച്ച് ചെയ്യുക. അതുപോലെ തന്നെ മോട്ടോർ ബോട്ട് നിങ്ങൾ എന്തായാലും കണ്ടുപിടിക്കണം. എന്താണെന്ന് വെച്ചാൽ മോട്ടോർ ബോട്ട് 800 kilogram ഓഫ് ഫിഷ് 1 ട്രിപ്പിനകത്ത് കിട്ടുകയാണെങ്കിൽ അവർക്ക് 5600 kg കിട്ടും. എത്ര? 7 ട്രിപ്സിനകത്ത് കിട്ടും. മെഷീൻ ബോട്ട് 6000 ആണെങ്കിൽ അവർക്ക് 7 ട്രിപ്സിൻ്റെ ഒടുക്കം എത്ര കിട്ടും? ദേ വിൽ ഗെറ്റ് 42,000 kg. എത്രത്തോളമാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക്? സോ നമ്മൾ അടുത്ത ടോപ്പിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. അതായത് about how far can a motor boat go in 6 hours. അപ്പം നമ്മളിവിടെ ഓരോ ബോട്ട്സും അതിൻ്റെ എമൗണ്ട് ഓഫ് ഫിഷ് ഇൻ 1 ട്രിപ്പ് ക്യാച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ 1 hourലുള്ള സ്പീഡും നമുക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 6 മണിക്കൂറിൽ അവർക്ക് എത്രത്തോളം ദൂരം സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ആൻസറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. about how far a motor boat go in 6 hours. 6 മണിക്കൂറിൽ മോട്ടോർ ബോട്ടിന് എത്രത്തോളം പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ലോഗ് ബോട്ടിന് 4 kilometer ആണ് ഒരു മണിക്കൂറിൽ പോകാൻ പറ്റുമെങ്കിൽ എത്രത്തോളം ഡിസ്റ്റൻസ് 6 kilometer പോകും? യെസ്, അതായത് 4 × 6 = 24 kilometer. 4 multiplies into 6 = yes 24. അടുത്തതായിട്ട് ലോങ് ടെയിൽ ബോട്ടിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അവരുടെ സ്പീഡ് എന്ന് പറയുമ്പോൾ 12 km/h ആണ്. അപ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്യും അവർ ഒരു 6 മണിക്കൂറിനകത്ത്? യെസ്, 12 multiplies into 6 =
72 kilometers. Do you know the multiplication table of 12? എന്തായാലും പഠിക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ചാൽ മോട്ടോർ ബോട്ട് 20 km/hലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 6 km/h അവർക്ക്, അതായത് 6 hours അവർക്ക് എത്ര കിലോമീറ്റർ പോകാൻ പറ്റും? അതായത് 20 × 6 = 120 kilometers. മെഷീൻ ബോട്ടിൻ്റെ ഇതിൽ 22 km/h ആണ് സ്പീഡ് ഓഫ് ദ ബോട്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മെഷീൻ ബോട്ട് ഇൻ 6 hours = 22 × 6 = 132 kilometers. ഇതിൻ്റെ ഉത്തരങ്ങൾ എല്ലാവർക്കും കൂട്ടുകാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ ലോങ് ടെയിൽ ബോട്ട് ഹാസ് ടു ട്രാവൽ 60 km, ഹൗ വിൽ ഇറ്റ് ടേക്ക്? ഒരു ലോങ് ടെയിൽ ബോട്ടിന് 60 kilometers ആണ് പോകണമെങ്കിൽ അവർക്ക് എത്ര ടൈം എടുക്കും എന്നാണല്ലോ അടുത്ത ക്വസ്റ്റ്യന്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ലോങ് ടെയിൽ ബോട്ട് നമുക്ക് ആ കോളത്തിനകത്ത് നിന്ന് കിട്ടും. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 12 km/h ആണ്. അതുകൊണ്ട് 12 km/h ആണെങ്കിൽ 60 kilometers അവർ എത്ര മണിക്കൂർ കൊണ്ട് വെക്കും? അപ്പോൾ 12 km/h ആണെങ്കിൽ 60 / 12 = യെസ്, എക്സാക്ട്ലി 5 hours ആണ് അവർ ടേക്ക് ചെയ്യുക. സോ ദ ടൈം ടേക്കൺ ബൈ ദ ലോങ് ബോട്ട് ടു ട്രാവൽ 60 km = 5 hours. So moving on to the next part, അതായത് some big and big numbers. Okay, some big and big numbers. Big numbers എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? In the class 4 Max Magic you heard of number lakh which is equal to 100,000. അപ്പോൾ lakh എന്ന് പറയുന്നത് this is lakh. ഓക്കെ, ദിസ് ഈസ് ലാക്ക്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ 100,000 ആണോ? യെസ്, 100,000 is equal to 1 lakh. Okay, you had read about that there are about 1 lakh brick kilns in our country where the bricks are made. അപ്പോൾ ബ്രിക്സ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ പേരാണ് ബ്രിക്ക് ക്ലിൻസ്. അപ്പോൾ നമ്മുടെ കൺട്രീനകത്ത് ഇന്ത്യയിൽ, അതായത് there are about എത്രത്തോളം എന്ന് വെച്ചാൽ 1 lakh brick kilns ഉണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് അതർ തിങ്സ് യു ഹാവ് ഹേർഡ് ഓഫ് ഇൻ ലാക്സ്? എത്ര നിങ്ങൾ ലാക്ക് കൊണ്ട് കേട്ടിട്ടുള്ളത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലാക്സിന് മുന്നേ കേട്ടിട്ടുണ്ടോ? യെസ്, നമുക്ക് ലാക്സ് എന്ന് പറഞ്ഞാൽ മണീൻ്റെ കാര്യം പറയും, പൈസയുടെ കാര്യം നമ്മൾ ലാക്സിൽ നമ്മൾ മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലാക്സിൽ മെൻഷൻ ചെയ്യും. അതായത് നമ്പർ 1000, now write 100,000. So how many zeros are there in the number 1 lakh, isn't it? അപ്പോൾ നമ്മളെന്ത് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഒരു 1000 എഴുതുക, അതുപോലെ തന്നെ നൗ റൈറ്റ് 100,000. അപ്പോൾ 100,000 എഴുതുക. സോ ഹൗ മെനി സീറോസ് ആർ ദർ ഇൻ ദ നമ്പർ 1 lakh? അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഇതല്ലേ ക്വസ്റ്റ്യൻ? യെസ്, ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ 1000 ഇതാണ്. 1000 എന്ന് പറയുമ്പോൾ ഒരു 3 zeros ആണ്. അപ്പോൾ 100,000 എന്ന് വെച്ചാൽ എത്രയാ? 5 zeros. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു 100,000 is equal to 1 lakh. അപ്പോൾ എത്ര 5 zeros ഉണ്ട് ഇതിനകത്ത്? 1 2 3 4 5 zeros ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ആൻസർ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. There are about 2 lakh boats in our country. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 2 lakh boats in our country. Half of them are without motor and what is the number of boats with motor? Write it. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സപ്പോസ് നമ്മുടെ കൺട്രീനകത്ത് 2 ലക്ഷം ബോട്ടുകളുണ്ട്. അതിൽ പകുതിയോളം എങ്ങനത്തെ ബോട്ടാണെന്നറിയോ? മോട്ടോർ ഇല്ലാത്ത ബോട്ടാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു മോട്ടോറുള്ള ബോട്ട്സ് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 2 lakhനകത്ത് പകുതിയോളം ബോട്ട്സ് എന്ന് പറയുന്നത് മോട്ടോർ ഇല്ലാത്ത ബോട്ടാണ്. അപ്പോൾ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോട്ട്സ് വിത്ത് മോട്ടോർ ഉള്ള ബോട്ട് എത്ര എണ്ണം ഉണ്ടാകും? നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ പകുതി മോട്ടോർ ഇല്ലാത്തതായിരിക്കും. അപ്പോൾ മോട്ടോർ ഉള്ളത് എത്ര എണ്ണം ഉണ്ടാകും? ഓ യെസ്, 2 lakh divided by 2 that is equal to 1 lakh boats. അപ്പോൾ 1 lakh ബോട്ട്സ് മോട്ടോർ ഉള്ളതും അതുപോലെ തന്നെ അഗെയിൻ 1 lakh ആയിട്ടുള്ള ബോട്ട്സ് അതായത് മോട്ടോർ ലെസ് ആയിരിക്കും, അതായത് മോട്ടോർ ഉണ്ടാവില്ല അതിനകത്ത്. അതാണ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന ആൻസർ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. About 1/4 of the boats, this is a question, about 1/4 of the boats with a motor are big machine boats. How many thousand machine boats are there? Come on, try to do it without writing down. അപ്പോൾ എഴുതാതെ തന്നെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക എത്ര കിട്ടുമെന്ന്. നിങ്ങൾക്ക് കിട്ടുമോ? എല്ലാവർക്കും കിട്ടിയോ? ഉറപ്പാണേ? യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. About 1/4 of the boats with motor are big machine boats. അതായത് 10,000 ബിഗ് മെഷീൻ ബോട്ട്സ് ആണ്. അപ്പോൾ
1/4 ഓഫ് 10,000 എത്രയായിരിക്കും? യെസ്, 2500 ആണ് മെഷീൻ ബോർഡ്സ് ഉള്ളത്. അപ്പം നമ്മൾ അതും പഠിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ വേറൊന്ന് വായിക്കാൻ പോവാണ്. വി മൈറ്റ് വണ്ടർ അബൌട്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂസ് ലൈഫ്സ് ആർ റിലേറ്റഡ് ടു ഫിഷ്. ഇൻ ഓൾ ദർ ആർ അബൌട്ട് 100 lakh fish who catches fish, clean and sell them, make and repair nets and boats, etc. We also have a name of this big number, 100 lakh, that is a crore. അതായത് നമുക്കറിയാം ഒരുപാട് പേരുടെ ഒരു ലിവ്ലിഹുഡാണ് എന്തെന്ന് പറയുന്നത് ഫിഷ് എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം ഒരുപാട് 100 lakh ഫിഷർമാൻസും എന്തുണ്ട്, ഫിഷ് വർക്കേഴ്സും മീൻ പിടിക്കുന്നു, അത് വിൽക്കുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, അതിൻ്റെ നെറ്റുകൾ റിപ്പയർ ചെയ്ത് ജീവിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് ബോട്ടിനെ ഡിപ്പെൻഡൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ഫിഷർമാൻസ് ഉണ്ട്. വി ഓൾസോ ഹാവ് എ നെയിം ഓഫ് ദിസ് ബിഗ് നമ്പർ 100 lakh, ദാറ്റ് ഈസ് എ ക്രോർ. അപ്പോൾ 100 lakh ആണ് എത്രയെന്ന് പറയുന്നത്? യെസ്, ഇറ്റ്സ് എ ക്രോർ. 100 lakh ഇസ് ഈക്വൽ ടു ഇറ്റ്സ് എ ക്രോർ. അപ്പോൾ this is the one. അപ്പോൾ നിങ്ങൾ വേർ ഹാവ് യു ഹേർഡ് ഓഫ് എ ക്രോർ? വാട്ട് ഈസ് എ നമ്പർ യൂസ്ഡ് ഫോർ? നിങ്ങൾ ക്രോറിന് മുന്നേ കേട്ടിട്ടുണ്ടോ? യെസ്, നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം വി ഹാവ് എ പോപ്പുലേഷൻ അബൌട്ട് 135 crores ഇൻ എ കൺട്രി. 135 കോടി മനുഷ്യരാണ് ഇന്ത്യയിൽ നമ്മളെ കൺട്രീനകത്ത് ഏതാണ്ട് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രോർ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടല്ലേ? യെസ്. ട്രൈ റൈറ്റിംഗ് ദ നമ്പർ 1 crore, ഡോണ്ട് ഗെറ്റ് ലോസ്റ്റ് ഇൻ ഓൾ ദ സീറോസ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് എനിക്ക് ഉറപ്പ് തരണം, നിങ്ങൾ 1 crore എത്ര സീറോസൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എനിക്ക് ഉറപ്പ് തരണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദ ഫിഷ് മാർക്കറ്റിലാണ്. ദ ഫിഷ് മാർക്കറ്റ്. ഓക്കെ, the fish market. Have you been to a fish market? If you have, then you might know why very noisy place is sometimes called a fish market. This fish market is busy today. അപ്പോൾ ഭയങ്കര നിങ്ങളെപ്പോഴും പറയാറുണ്ട് ഇതെന്താ ചന്തയും ചോദിക്കാറുണ്ട് ടീച്ചേഴ്സൊക്കെ ഇല്ലേ? യെസ്, ഇറ്റ്സ് എ ഫണ്ണി ക്വസ്റ്റ്യൻ. അപ്പോൾ എന്നെ ചോദിക്കാറെന്ന് വെച്ചാൽ അത്രത്തോളം ബഹളമാണ് ഈ ഫിഷ് മാർക്കറ്റിൽ. അപ്പം നിങ്ങൾ ഇടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ടീച്ചേഴ്സ് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം. ഇപ്പോൾ മനസ്സിലായോ കൂട്ടുകാരെ? Many boats have bought a good catch. The fisherwomen are shouting out their prices to the buyers. Many, come here. Here are sardines of 40 kilogram. Sardines മുന്നേ കേട്ടോ? നിങ്ങളുടെ വീട്ടിൽ മത്തി വാങ്ങാറുണ്ടോ? അതിനെയാണ് sardines എന്ന് പറയാറ്. അപ്പോൾ come here. Take sardines at 40 kilogram. Gracie, never, so cheap. Get swordfishes about 60 kilogram. Florama sells prawns for 150 a kilogram. അത് പ്രോൺസ് ചെമ്മീൻ വിൽക്കുന്നുണ്ട്. ആര്? ഫ്ലോറമ്മയാണ് ചെമ്മീൻ വിൽക്കുന്നത്. 150 per kilogram വിൽക്കുന്നത്. അടുത്തത് കർത്തമ്മ പറയാണ്. കർത്തമ്മ സെൽസ് സ്ക്വിഡ് ഫോർ 50 kilogram. കർത്തമ്മ സ്ക്വിഡ്സിന് എത്ര കിലോഗ്രാമിലാണ് വിൽക്കുന്നത്? 1 kilogramന് 50 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. ലുക്ക്, ഫസീല ക്യാൻ ഹാർഡ്ലി ക്യാരി ദിസ് ബാഗ് കിങ് ഫിഷ്. ഹി സേസ് ദാറ്റ് this fish weighs 8 kg. I will sell the whole for ₹1,200. അപ്പോൾ ഫസീലയുടെ കയ്യിൽ 8 kilogram ഭാരമുള്ളൊരു ഫിഷ് ഉണ്ട്. അത് ഏകദേശം 1200 രൂപയുടെ അടുത്ത് വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസിസിൽ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോസ് പാർട്ട് 1, ഇത് പാർട്ട് 2 ആണ്. നെക്സ്റ്റ് വീഡിയോസും കൂടെ കണ്ടാൽ മാത്രമേ ഈ ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള അറിവ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം. അതിൽ ഓൾ വേണം നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ്, അതായത് NCERT ബേസ്ഡുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.